ഉപതെരഞ്ഞെടുപ്പ് നടന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ കൂട്ടിയും കിഴിച്ചും സ്ഥാനാർത്ഥികൾ. നഗരസഭയിലെ ബി.ജെ.പി ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് വർദ്ധിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് എൻ.ഡി.എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ. ഗ്രാമീണ മേഖലകളും ഇത്തവണ അനുകൂലമാകുമെന്ന് എൻ.ഡി.എ സ്ഥാനാർത്ഥി. പിരായിരി, മാത്തൂർ, കണ്ണാടി പഞ്ചായത്തുകളിലെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തത് എൻ.ഡി.എ മാത്രമാണെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു. ശിവദാസ് കന്മനം തയ്യാറാക്കിയ റിപ്പോർട്ട്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ജനങ്ങൾ വിധിയെഴുതി. ഇനി ഫലമറിയാൻ ഒരു ദിവസത്തെ കാത്തിരിപ്പ്. ഇപ്പോൾ എൻ.ഡി.എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ അവസാന നിമിഷത്തിലും എത്രത്തോളം ആണ് നമ്മുടെ ഒരു പ്രതീക്ഷ, കണക്കുകൂട്ടലൊക്കെ എങ്ങനെ? വിശദമായിട്ടുള്ള കണക്ക് ഇപ്പോൾ ഉച്ചയോടുകൂടിയിട്ട് അറിയാൻ കഴിയും. കാലത്ത് നമ്മുടെ ഇൻചാർജ്, ബൂത്തിൻ്റെ ചാർജുള്ള ആളുകളുടെ ഒരു മീറ്റിംഗ് നടക്കുന്നത് ബി.ജെ.പി ഓഫീസിൽ. അത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള കണക്ക് നമുക്ക് അറിയാൻ കഴിയും. പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ നമുക്കൊരു മുനിസിപ്പൽ പരിധിയിൽ 8,000 മുതൽ 10,000 വരെ വോട്ടുകൾക്ക് നമുക്ക് ലീഡ് ചെയ്യാൻ കഴിയും. പിരായിരി പഞ്ചായത്തിൽ UDF-നോടൊപ്പം 2ാം സ്ഥാനത്തുണ്ടാവും. കണ്ണാടിയിലും മാത്തൂരിലും 1ാം സ്ഥാനം എത്തുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. ഇനിയിപ്പോൾ ഏതെങ്കിലും കാരണവശാൽ 1ാം സ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ വളരെ ക്ലോസ് സെക്കൻഡായിട്ട് 2 പഞ്ചായത്തുകളിലുണ്ടാവും. കഴിഞ്ഞ തവണ 3 പഞ്ചായത്തിൽ നമ്മൾ 3ാം സ്ഥാനത്തായിരുന്നു. അപ്പോൾ പാലക്കാട് നഗരസഭയിലെ നമ്മുടെ ലീഡിനെ മറികടക്കാൻ തവണ UDF-ന് പിരായിരി പഞ്ചായത്ത് വെച്ച് കഴിയില്ല. കാരണം പിരായിരി പഞ്ചായത്തിൽ UDF-ൻ്റെ വോട്ട് ബാങ്കിൽ വലിയ വിള്ളലുണ്ടായിട്ടുണ്ട്. അവരുടെ വോട്ടുകൾ വേണ്ട വിധം പോൾ ചെയ്യപ്പെട്ടിട്ടില്ല. ഇതെല്ലാം നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണത്തിനെ അപേക്ഷിച്ച് ഇത്തവണ പാലക്കാട് നഗരസഭയിൽ കൂടുതൽ പോളിംഗ് ശതമാനം കൂടിയിട്ടുണ്ട്, മറ്റ് പഞ്ചായത്തുകളിൽ കുറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെ ബി.ജെ.പിക്ക് എത്രത്തോളം അനുകൂലമാകും? പാലക്കാട് നഗരപരിധിയിൽ പോളിംഗ് കൂടിയത് പ്രത്യേകിച്ച് ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ്. ഇപ്പോൾ കർണകീനഗർ പോലെയുള്ള പ്രദേശങ്ങൾ, വടക്കന്തറ പോലെയുള്ള പ്രദേശങ്ങളിൽ വലിയ റെക്കോർഡ് പോളിംഗാണ്. 82-83%. ഈ നിയോജകമണ്ഡല ആവറേജ് 70%. ആ സമയത്ത് അവിടെ 82-83% അവിടെ പോളിംഗ്. അത് നമുക്ക് വലിയ ഗുണം ചെയ്യും. അതിനെ മറികടക്കാൻ 2 മുന്നണികൾക്ക് സാധിക്കില്ല. കാരണം അവരുടെ മേഖലകളിലൊക്കെ, അവരുടെ ശക്തിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോളിംഗ് വളരെ കുറവാണ്, 70% താഴെയാണ്. അതാണ് നമ്മുടെ പ്രതീക്ഷ. അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തുകളിലൊക്കെ ഒരു മികച്ച രീതിയിലുള്ള ഒരു പ്രചാരണം തന്നെയായിരുന്നു നടത്തിയിരുന്നത്. പ്രത്യേകിച്ച് ഒരുപാട് വികസന അജണ്ടകൾ വെച്ച് കൊണ്ട് തന്നെയായിരുന്നു ബി.ജെ.പിയുടെ ഒരു പ്രചാരണം ഉണ്ടായിരുന്നത്. അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കുടിവെള്ള പ്രശ്നം, അതോടൊപ്പം തന്നെ റോഡുകളുടെ ശോച്യാവസ്ഥ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അത് ഉയർത്തിക്കാട്ടിയിട്ടുള്ള ഒരു പ്രചാരണമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം തന്നെ ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ, അത് വോട്ടായി മാറും എന്നൊരു പ്രതീക്ഷയുണ്ട്? അല്ല, നമ്മൾ 3 പഞ്ചായത്തിലും കർഷകർ കൂടുതലുള്ള പഞ്ചായത്തുകളാണ്. നെൽകർഷകർ വലിയ പ്രശ്നത്തിലായിരുന്നു. നമ്മൾ വീടുകളിൽ പോകുന്ന സമയത്ത് 10 മുതൽ 100 ദിവസം വരെ ആയിട്ട് കൊയ്ത്ത് കഴിഞ്ഞ് നെല്ല് സംഭരിക്കാതെ നെല്ല് ചാക്കിൽ കെട്ടി വെച്ചത് കാണായിരുന്നു. അപ്പം നമ്മൾ നെൽകർഷകരുടെ വിഷയങ്ങൾ കാര്യമായിട്ട് ചർച്ച ആക്കിയിരുന്നു. നെല്ല് സംഭരണം സംബന്ധിച്ച് നമ്മൾ ട്രാക്ടർ റാലി നടത്തി. അത് UDF-നും അത് പിന്തുടരേണ്ടി വന്നു. അന്ന് ഉച്ചയ്ക്ക് തന്നെ സപ്ലൈകോൻ്റെ ഉദ്യോഗസ്ഥന്മാർ വീടുകളിലെത്തുന്നു. പിന്നീട് നമ്മൾ പോകുന്ന സമയത്ത് കർഷകരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം, ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും നിങ്ങളെങ്കിലും ഉണ്ടായല്ലോ, അതിൻ്റെ ഗുണം കണ്ടു. ഇപ്പോൾ സപ്ലൈകോൻ്റെ ആളുകൾ വരാൻ തുടങ്ങി, വിളിക്കാൻ തുടങ്ങി. ഇതുവരെ ഞങ്ങൾ വിളിച്ചാൽ പോലും അവർ ഫോൺ എടുക്കില്ല, അല്ലെങ്കിൽ വന്നിരുന്നില്ല. അത് കർഷകരുടെ ഇടയിൽ വലിയ ചലനം ഉണ്ടാക്കി. അവരോടൊപ്പം BJP ഉണ്ട്, NDA ഉണ്ട് എന്നുള്ളത്. 2, കുടിവെള്ള പ്രശ്നം. ഓരോ പഞ്ചായത്തുകളിൽ പോകുന്ന സമയത്ത് നമ്മൾ കുടിവെള്ള പ്രശ്നം ചർച്ചയാക്കിയിരുന്നു. ഓരോ പ്രദേശത്ത് പോകുന്ന സമയത്ത് അവരോട് നമ്മൾ പറയായിരുന്നു, നിങ്ങൾ പാലക്കാട് നഗരസഭയിൽ ഏത് പ്രദേശത്ത് വേണമെങ്കിലും വിളിച്ചു ചോദിച്ചോ, കുടിവെള്ള പ്രശ്നം ഉണ്ടെന്ന് അവർ പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു ആൾ പറഞ്ഞാൽ, ഞാൻ ഈ നിമിഷം സ്ഥാനാർത്ഥി സ്ഥാനത്ത് നിന്ന് മാറാൻ തയ്യാറാണ്. അത് അവർക്ക് പ്രതീക്ഷയുണ്ടാക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ പറഞ്ഞത് സത്യമാണെന്നുള്ള അവർക്ക് ബോധ്യമായിട്ടുണ്ട്. കാരണം നഗരസഭാ പരിധിയിൽ കുടിവെള്ള ക്ഷാമമില്ല. പക്ഷേ ആ പഞ്ചായത്തുകളിൽ ജൽജീവൻ മിഷൻ പദ്ധതി ഉണ്ടായിട്ടും പൈപ്പ് ലൈൻ ഇട്ടിട്ടും 1 വർഷമായിട്ട് കുടിവെള്ളം കിട്ടുന്നില്ല. 3 റോഡുകളുടെ വിഷയം, ലൈഫ് മിഷനിൽ വീടുകൾ കിട്ടാത്ത ആളുകളെ സംബന്ധിച്ച് നമ്മൾ നഗരപരിധിയിൽ 2200-ലധികം വീടുകൾ PMAY കൊടുത്തിട്ടുണ്ട്. അവിടെ 20-30 വർഷമായിട്ട് വീടിനപേക്ഷിച്ച് വീട് കിട്ടാത്ത ആളുകൾക്ക് താരതമ്യം ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി, ചർച്ചയാക്കി. നമ്മുടെ വികസനവും അവിടുത്തെ വികസന മുരടിപ്പും ചർച്ചയാക്കി. അത് വലിയ ചലനം പഞ്ചായത്തുകളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരൊരു BJP ഒന്ന് പരീക്ഷിക്കണം എന്നുള്ള മാനസികാവസ്ഥയിലെത്തി. ഇതോടൊപ്പം തന്നെ ഈ പാലക്കാട് മണ്ഡലത്തിൽ ഉള്ള ഒരു വ്യക്തി എന്നതും വലിയൊരു ഗുണം ചെയ്യുമെന്നാണ് കണക്കുകൂട്ടലല്ലേ? അതെ, ഞാൻ ഏത് പ്രദേശത്ത് പോയാലും, ഞാൻ ഈ കഴിഞ്ഞ ദിവസം മിഷൻ കോമ്പൗണ്ട്, ക്രിസ്ത്യൻ മേഖലയാണ്, പാലക്കാട് നഗരത്തിൽ വേപ്പറമ്പിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം. അവിടെ പോയത് ആദ്യത്തെ രാത്രിയോടെ ഞാൻ പോകുന്നു. ആദ്യത്തെ വീട്ടിൽ പോയതും അവർ പറഞ്ഞത്, സാറേ ഞങ്ങൾക്കൊരിക്കലും മറക്കാൻ കഴിയില്ല, സാർക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, സാറാണ് ഈ വീടിന് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്ന ആൾ, സാറോടെ ഒറ്റ ഫോൺ കോളിലാണ് എനിക്ക് ബാങ്ക് ലോൺ ലഭിച്ചത്, ഞങ്ങൾക്ക് ഒരിക്കലും മറക്കില്ല. ഞാൻ കൗൺസിലർ വന്ന സമയത്ത് 3 തവണ പറഞ്ഞിരുന്നു, സാറേ ഒന്ന് എനിക്ക് കാണാനുള്ള അവസരം ഉണ്ടാക്കി തന്നെ. 3ാമത്തെ വീട്ടിൽ പോയ സമയത്ത് അവർ പറഞ്ഞത്, ആദ്യമായിട്ട് ഞങ്ങൾക്ക് കച്ചവടം ചെയ്യാനുള്ള ലോണ് സാറാണ് വാങ്ങിത്തന്നത്. അപ്പോൾ
ഇത്തരത്തിൽ നഗരസഭാ കൗൺസിലറായിരുന്ന സമയത്ത് വൈസ് ചെയർമാനായ സമയത്തും എല്ലാം ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, ഞാൻ മറന്ന കാര്യങ്ങൾ പോലും വീടുകളിൽ എത്തുന്ന സമയത്ത് അവർ ഓർമ്മപ്പെടുത്തി. അത് പ്രത്യേകിച്ച് മൈനോറിറ്റി വിഭാഗങ്ങളുണ്ട്, ക്രിസ്ത്യൻ മൈനോറിറ്റി മാത്രമല്ല മുസ്ലിം മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഇതുപോലെ ചെയ്ത സഹായങ്ങളെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് അവർ ഫോണിലൂടെ വിളിച്ച്, ഇന്നലെ രാത്രിയായിരുന്നു CRPF വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്ത് ഈ പറക്കുന്ന പ്രദേശത്ത്, അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ സാർക്ക് ഓർമ്മയുണ്ടെന്നറിയില്ല, വീടിൻ്റെ ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടി വന്ന് PMAYയിൽ ഞാൻ സാർക്കാ വന്നത്, സാറുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഒരു വീട്ടിലിരിക്കുന്നത്, ഞാനും എൻ്റെ കുടുംബം മുഴുവൻ സാർക്കാ വോട്ട് ചെയ്തു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ. അതുപോലെ കൂടെ പഠിച്ച ആളുകൾ, അച്ഛൻ പഠിപ്പിച്ച ആളുകൾ, ഏട്ടൻ സഹോദരിമാരോടൊപ്പം പഠിച്ച ആളുകൾ, ബന്ധുക്കൾ, ഇതുപോലെ വലിയ ഏത് പഞ്ചായത്തിൽ പോയാലും ഇത്തരത്തിലുള്ളൊരു വലിയൊരു സുഹൃത്ത് വലയം. എനിക്ക് തോന്നുന്നു ഒരു 10,000-ത്തിനടുത്ത് ഇത്തരത്തിലുള്ള ബന്ധങ്ങളുള്ള ആളുകൾ ഈ നിയോജക മണ്ഡലത്തിൽ, അത് വലിയൊരു ശക്തിയാണ്. അവർ സ്വാഭാവികമായിട്ടും പല വീടുകളിൽ പോകുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിച്ച ആളുകൾ അവർ വിളിച്ച അച്ഛനും അമ്മയോടും അവരുടെ ബന്ധുക്കളോടും ഇത്തവണ കൃഷ്ണകുമാറിന് വോട്ട് ചെയ്യണം പറഞ്ഞത്, ഇതെല്ലാം ഇത്തരത്തിൽ മറ്റ് 2 സ്ഥാനാർത്ഥികൾക്ക് ഈ പ്ലസ് പോയിന്റ് കിട്ടിയിട്ടില്ല. അതാണ് നമുക്ക് പാർട്ടി വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് വലിയൊരു വോട്ട് ബാങ്കായിട്ട് വരുന്നത്. വിധി അറിയാൻ ഇനി ഒരു ദിവസത്തെ മാത്രം കാത്തിരിപ്പാണ്. അവസാന നിമിഷങ്ങളിലും ആത്മവിശ്വാസത്തിൽ തന്നെയാണ് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. ക്യാമറമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കന്മനം, ജനം, പാലക്കാട്.